ഹായ് ഗായ്സ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഞാനിന്ന് കാണിക്കാൻ പോകുന്നത് ഗവൺമെൻറ് മ്യൂസിയമാണ്. കർണാടകത്തിലെ കൂർഗ് ജില്ലയിൽ ഉള്ള ഒരു സംഭവമാണ്. അപ്പോൾ ഞാൻ അവിടെ പോയപ്പോൾ എടുത്ത വീഡിയോ ആണിത്. അപ്പോൾ ഗവൺമെൻറ് കീഴിലായതുകൊണ്ടാണ് ഗവൺമെൻറ് മ്യൂസിയം എന്നറിയപ്പെടുന്നത്. ഇതിൻ്റെ അകത്ത് ഒരു വലിയ ഹാളാണ്. ഈ ഹാളിൻ്റെ അകത്ത് ഒരുപാട് കാര്യങ്ങൾ, അതായത് റിലീജിയസ് ആയിട്ടുള്ള, മതപരമായിട്ടുള്ള, പിന്നെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള, കലാപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. നമ്മൾ പണ്ടത്തെ കാലത്തെ കോയിൻസ് ആയാലും ഗണ്ണായാലും പിന്നെ പ്രതിമകളായാലും ഗാന്ധിജിയുടെ പ്രതിമകളായാലും പിന്നെ ശിലായുഗത്തിലെ കല്ലുകളായാലും ഓരോ കാര്യങ്ങളും ഇതിനകത്ത് വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇനി വരുന്ന തലമുറയ്ക്ക് വേണ്ടി ഗവൺമെൻറ് സൂക്ഷിച്ചു വച്ചിരിക്കുകയാണ്. ഈ ഒരു മ്യൂസിയം ഉള്ളത് കൊണ്ട് നമുക്ക് കണ്ടാൽ മനസ്സിലാകും ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ ആദ്യകാലത്ത് ഉണ്ടായിരുന്നു എന്ന്. അപ്പോൾ ഇനി വരുന്ന തലമുറയ്ക്ക് ഇതൊക്കെ വളരെ ഉപകാരമുള്ള സംഭവങ്ങളാണ്. ഇനി ഞാനൊന്നും പറയുന്നില്ല, ഇതൊക്കെ കണ്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കാം. ഓരോ സംഭവങ്ങളും ഇതിൻ്റെ അകത്തുണ്ട്. നമുക്ക് ഈ ഒരു ഗോഡസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളും ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് കണ്ടാൽ നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലായില്ലെങ്കിലും ഏകദേശം ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വീഡിയോയിൽ എന്തെങ്കിലും കുറ്റം കുറവൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും അത് കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ മുഴുവനായും കാണുക. ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. ഇത് 2 പാർട്ടായിട്ട് ഞാൻ കൊടുത്തിരിക്കുകയാണ്. കാരണം ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്താൻ പറ്റാതെ, അതായത് ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റാത്ത കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് മുഴുവനുള്ളത്. അപ്പോൾ ഇനി വരുന്ന വീഡിയോയിൽ നെക്സ്റ്റ് പാർട്ടിൽ അതായത് ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ള ഗണ്ണും കാര്യങ്ങളും കോയിൻസും പിന്നെ എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. പിന്നെ അതൊക്കെ ഇനി അടുത്ത പാർട്ടിൽ കൊടുക്കാം. അപ്പോൾ വീഡിയോ മുഴുവനായി സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇതൊക്കെ നമുക്ക് കാണേണ്ട സംഭവങ്ങൾ തന്നെയാണ്. മദർ ഓഫ് ഗോഡസും പണ്ട് ആദ്യ കാലത്തെ പിന്നെ ബേബി കരിയറും ഒക്കെ ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല മദർ ഓഫ് പേൾ കൂടി ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ അതൊക്കെ ഈ വീഡിയോയിൽ ഉള്ളത് കൊണ്ട് നിങ്ങൾ മുഴുവനായും കാണുക. അപ്പോൾ ഇത് കങ്കരി എന്നറിയപ്പെടുന്നു. ഓരോ സ്ഥലത്തുനിന്നും കിട്ടതാണ്. ഇത് കാശ്മീരിൽ കിട്ടതാണ്. പിന്നെ ഈ ഒരു ഇതൊരു പ്രതിമയാണ്. ഈ ഒരു പ്രതിമ ഓരോ സിനിമയിലൊക്കെ കാണാറില്ല, അതുപോലത്തെ ഒരു പിന്നെ ഇത് സരസ്വതിയുടെ പ്രതിമയാണ്. ഓരോ സെഞ്ചുറിയിലും കിട്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത്. ഇത് ലേഡി ഫിഗറാണ്, കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. പിന്നെ ഈ ഒരു സംഭവം കിട്ടിയിട്ടുള്ളത് ഓരോ സ്ഥലത്തു നിന്ന്, അതായത് വേറെ രാജ്യത്തു നിന്നും ഇന്ത്യയിലെ ഒരു ഭാഗത്ത് നിന്ന് ഓരോ പാട്ടിൽ നിന്നൊക്കെയാണ് കിട്ടിയത്. അതൊക്കെ നമുക്ക് വേണ്ടി സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ കണ്ട് മനസ്സിലാക്കേണ്ടതും പിന്നെ അതിനെക്കുറിച്ച് പഠിക്കാനും കൂടുതലും മനസ്സിലാക്കാനും വേണ്ടിയൊക്കെ ആയിരിക്കും ഗവൺമെൻറ് ഇതൊക്കെ സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത്. എന്തായാലും ഈ ഒരു മ്യൂസിയത്തിൽ പോയത് കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ കാണാൻ സാധിച്ചു. ഒരുപാട് പ്രത്യേകതകൾ കണ്ടെത്താൻ സാധിച്ചു. ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലായി ഇതൊക്കെ ഉണ്ടായിരുന്നോ ഇല്ലേന്ന്. ഇതൊക്കെ വാളാണ് കേട്ടോ. ഓരോരോ കാലത്ത് ബ്രിട്ടീഷ് സ്വാഡാണ് പണ്ട് കാലത്ത്, അത് 18th സെഞ്ചുറിയിലൊക്കെ ഉള്ള വാളും കാര്യങ്ങളൊക്കെയാണ്. അപ്പം ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതൊക്കെ ആയിരുന്നു അന്നത്തെ കാലത്ത് ഉപയോഗിച്ചിരുന്ന വാള്. ചരിത്രമൊക്കെ പഠിക്കുന്നത് കൊണ്ട് തന്നെ ചരിത്ര വിദ്യാർത്ഥികൾക്കൊക്കെ വളരെ ഹെൽപ്പായിട്ട് നമുക്ക് ഹെൽപ്പാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ എന്തായാലും വീഡിയോ മുഴുവനായി സ്കിപ്പ് ചെയ്യാതെ കാണുക. ഈ വാളൊക്കെ കാണുമ്പോൾ മനസ്സിലാവും ഇതൊക്കെ ഉപയോഗിച്ചിട്ടാണോ അന്നത്തെ കാലത്ത് യുദ്ധം ചെയ്തിരുന്നോ എന്നതൊക്കെ. അപ്പോൾ മതപരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുകയാണ് ജസ്റ്റ് ഇങ്ങനെ കുട്ടീനെയൊക്കെ മാറ്റി വെച്ചിട്ട്. അപ്പോൾ ഇത് മെമ്മോറിയൽ സ്റ്റോൺ ആണ് കേട്ടോ. ഇത് ആദ്യകാലത്തൊക്കെ ഇതുപോലുള്ള രാജാക്കന്മാരെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്തുള്ള സ്റ്റോണിലൊക്കെയാണ് കൊത്തിവെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ഏതോ രാജാവിൻ്റെ കുറിച്ച് എഴുതി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് ഗീത ഗീത ഓ അത് ഗീത പ്രദർശനം അതുപോലത്തെ എന്തോ ഒരു സംഭവമാണ്. എന്തായാലും നിങ്ങൾക്ക് ഇത് ചിലർക്ക് കണ്ടാൽ മനസ്സിലാവുമായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളതാണ്. അപ്പം എന്താ പറയുക, ഓക്കെ, ഇതൊക്കെ മൈസൂർത്തെ മെയിൻ സംഭവങ്ങളല്ലേ ഈ ഒരു പ്രതിമ. അത് കണ്ടിട്ട് നല്ല പരിചയമുണ്ട്. പിന്നെ ഈ ഒരു സ്റ്റോണും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ട് ഇത് ശിവന്റെ ലിംഗാണെന്ന് തോന്നുന്നു. അതെ, ഇത് റിലീജിയസ് ആയിട്ടുള്ള ആൾക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാവും ഇത് വിഷ്ണുവിന്റെ പ്രതിമയാണ്. അപ്പോൾ ഇത് ഉള്ളത് തിരങ്കര എന്താണെന്ന് ശരിക്കും അറിയില്ല. എന്തായാലും ചിലർക്ക് മനസ്സിലാവും. പിന്നെ ഓക്കെ, ഇതിന്റെ നെക്സ്റ്റ് പാർട്ട് എന്തായാലും കാണുക. വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞാൻ വെറുതെ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. ഇത് കാനൺ ബോൾസ് ആണ്. പണ്ടത്തെ കാലത്ത് യുദ്ധം ചെയ്യുന്ന സമയത്തൊക്കെ ഉപയോഗിച്ചിട്ടുള്ള കാനൺ ബോൾസ് ആണ്. ഇത് എന്ന് പറയുന്നത് ഒരു ടൈഗറിന്റെ ഇതാണ് കേട്ടോ, ശരിക്കറിയില്ല. പണ്ടത്തെ കാലത്തെ ഇത് ചർച്ചുകളുടെയും അമ്പലത്തിന്റെ ഒക്കെ പിക്ചറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് നാഗദേവതയുടെ
പ്രതിമയാണെന്ന് തോന്നുന്നു. പണ്ടത്തെ താളി പാം ലീഫാണ്, താളുകളാണ്. അപ്പോൾ ഇതൊക്കെ ജ്വല്ലറി ബോക്സാണ്. ഈ ഒരു സൈഡിലുള്ള ജ്വല്ലറി ബോക്സ്. നെക്സ്റ്റ് ഉള്ളത് പാം ലീഫാണ്. പണ്ടത്തെ കാലത്തെ അത് സിനിമകളിലൊക്കെ കാണുന്ന താളി ഓലകളാണ് ഇതൊക്കെ. ഇതൊക്കെ നമുക്ക് വേണ്ടി ഗവൺമെൻറ് സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ്. പാം ലീഫ്. ഇത് നാഗർദാനം അങ്ങനെ എന്തോ മറ്റുമാണ്. എന്തായാലും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. എല്ലാം നമുക്ക് വഴിയെ മനസ്സിലാവും. ഇത് മദർ ഓഫ് പേൾ ആണ് കേട്ടോ. പേളുകളുടെ അമ്മയാണെന്ന് അറിയപ്പെടുന്ന മദർ ഓഫ് പേൾ ആണ്. അപ്പോൾ ഇതിൻ്റെ താഴെയുള്ളത് ശിവപാർവതിയുടെ 18th സെഞ്ചുറിയിൽ കിട്ടിയ സംഭവമാണ്. ഇത് ബർമയിൽ നിന്ന് വാങ്ങിയതാണെന്ന് തോന്നുന്നു. ബർമയിൽ നിന്ന് കിട്ടിയതാണെന്ന് തോന്നുന്നത്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഓരോ കൾച്ചർ എങ്ങനെയായിരുന്നു. ഇത് ബേബി കരിയറാണ്. പണ്ടത്തെ കാലത്തെ കുട്ടികളെ കൊണ്ടുപോകുന്ന ബേബി കരിയറാണ് ഈ ഒരു സംഭവം. അപ്പം എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇത്രയേ ഉള്ളൂ. ഇത് നമ്മുടെ മഹാത്മാഗാന്ധിയുടെ ബസ്റ്റാണ്. ഒരു സ്ഥലത്തുനിന്ന് അവരാരോ സ്പോൺസർ ചെയ്തതാണ്. മൊറോക്കയിൽ നിന്നാണെന്ന് തോന്നുന്നു. അപ്പോൾ സ്പോൺസർ ചെയ്തതാണ്. ഇത് വാസ്കോ ഡ ഗാമയെ കാണാൻ പോലെയുണ്ട്, അതുപോലെയുണ്ട്. പിന്നെ CM കരിയപ്പ, അവർക്കെന്തോ കൊടക സമാജിൻ്റെ എന്താ കിട്ടിയാണ്. ഇത് ലേഡി ഫിഗറാണ് കേട്ടോ, ലേഡി ഫിഗർ. എന്നാലും വീഡിയോ നെക്സ്റ്റ് പാർട്ട് എന്തായാലും കാണാം. അപ്പോൾ നെക്സ്റ്റ് പാർട്ടിൽ ഇതൊക്കെയാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായും മിസ് ചെയ്യാതെ കാണുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് പാർട്ടിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. പിന്നെ പണ്ടത്തെ കാലത്തെ കോയിനും എല്ലാ കാര്യങ്ങളുണ്ട്.